നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് കനറ ബാങ്ക് ജീവനക്കാരുടെ വിളക്കാഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് നടക്കുന്ന കാഴ്ചശീവേലിക്ക് പല്ലാവൂർ ശ്രീധരന്മാരാർ നയിക്കുന്ന പഞ്ചവാദ്യം അകമ്പടിയാകും. കൊമ്പൻ ഇന്ദ്രസൻ കോലമേറ്റും. ശ്രീധരൻ, രവികൃഷ്ണൻ എന്നീ ആനകൾ ഇടം വലം അണിനിരക്കും. സന്ധ്യയ്ക്ക് ഗുരുവായൂർ മുരളിയും സംഘവും അവതരിപ്പിക്കുന്ന നാഗസ്വരം, ഭഗവതിക്കെട്ടിൽ ഡബിൾ തായമ്പക എന്നിവയുണ്ടാകും. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് വിശേഷാൽ നാഗസ്വര, ഇടയ്ക്ക പ്രദക്ഷിണം അകമ്പടിയാകും. നിറമാല, ചുറ്റുവിളക്ക് എന്നിവയുമുണ്ടാകും. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ ബാങ്ക് ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികൾ അരങ്ങേറും. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പി വിനോദ് കുമാർ, MS ഭാസ്കരൻ, G രാജേഷ് കുമാർ, PE ശ്രീദേവി, UM അഞ്ജന, IS കരിഷ്മ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചൊവ്വാഴ്ച മുതൽ എരുമപ്പെട്ടിയിൽ നടന്നുവരുന്ന കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനമാകും. കലാകിരീടം ചൂടാൻ അവസാന ദിവസവും സ്കൂളുകൾ തമ്മിൽ വാശിയോടെ മത്സരിക്കുമ്പോൾ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനത്ത് ആധിപത്യം തുടരുകയാണ്. ചെറുമനങ്ങാട് കോൺകോഡ് സ്കൂൾ രണ്ടാം സ്ഥാനത്തും വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊട്ടുപിറകിൽ മൂന്നാം സ്ഥാനത്തുമുണ്ട്. സമാപന ദിനത്തിൽ 5 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. വഞ്ചിപ്പാട്ട്, സംഘനൃത്തം, തിരുവാതിര, നാടൻപാട്ട്, മോണോ ആക്ട് എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ. രാവിലെ 9:30 മത്സരങ്ങൾക്ക് തുടക്കമായത്. ഇന്നലെ പുലർച്ചെ 1 മണിയോടെയാണ് വേദികളിൽ മത്സരങ്ങൾ സമാപിച്ചത്. ഇന്ന് വൈകിട്ടാണ് സമാപന സമ്മേളനം നടക്കുക. BJP ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുതുവട്ടൂർ ശിക്ഷക് സദനിൽ BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. 2ാം വാർഡ് ഗ്രാമക്കുളത്ത് KK രാധാകൃഷ്ണൻ, 3ാം വാർഡ് തിരുവത്ര നോർത്തിൽ KC ശ്രീധരൻ, 8ാം വാർഡ് മമ്മിയൂരിൽ മുരളീധരൻ, 10 ഓവുങ്ങലിൽ ജോമോൾ സുമേഷ്, 11 പാലയൂർ നോർത്ത് സജിനി പ്രതീഷ്, 12 പാലയൂരിൽ പ്രസന്നൻ കാരയിൽ, 16ാം വാർഡിൽ ചാവക്കാട് ടൗൺ AK വേലായുധൻ, 17 കോഴിക്കുളങ്ങരയിൽ M ജനാർദ്ദനൻ, 18 മണത്തല നോർത്തിൽ ഉമാവേണു, 19 സിവിൽ സ്റ്റേഷനിൽ മഞ്ജു മനോജ്, 21 ബ്ലാങ്ങാട്ടിൽ അഡ്വക്കേറ്റ് സിന്ധുരാജൻ, 24 ദ്വാരക ബീച്ച് NB ഹരിദാസ്, 26 പുളിച്ചിറക്കെട്ട് ഈസ്റ്റിൽ വേലായുധകുമാർ, 27 പരപ്പിൽ താഴത്ത് സുബിൻ രാജ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ BJP മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം A വേലായുധകുമാർ, ഗണേഷ് ശിവജി, പ്രമോദ് ശങ്കരൻ, ഉമാദേവി ഷൺമുഖൻ, പ്രതീഷ് ഐനിപ്പുള്ളി, MK വിനോദ് കുമാർ, രജിത ജയരാജ് എന്നിവർ സംസാരിച്ചു. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിലെ ശിശുദിനാഘോഷത്തിന് ഘോഷയാത്രയോടെ തുടക്കമായി. കാലത്ത് 9:15 പാവർട്ടി SI രമേശ് KD ശിശുദിന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ചാച്ചാജിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള നിശ്ചല ദൃശ്യവുമുണ്ടായിരുന്നു. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികൾ, കലാകായിക പ്രദർശനം എന്നിവയാൽ ഘോഷയാത്ര ഗംഭീരമായി. പ്രധാന സെന്ററായ പോൾ മാസ്റ്റർ പടിയിലായിരുന്നു 500-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്ത റാലിയുടെ സമാപന സമ്മേളനം. ചടങ്ങിൽ അക്കാദമിക് ഡയറക്ടർ ശോഭ മേനോൻ, പ്രിൻസിപ്പൽ ഉഷ നന്ദകുമാർ, വൈസ് പ്രിൻസിപ്പൽ സ്റ്റെല്ല ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരും റാലിയിൽ സംബന്ധിച്ചു. കൈറ്റ് വിക്ടേഴ്സ് സംഘടിപ്പിച്ച പ്രത്യേക റെയിൽസ് മത്സരത്തിൽ സംസ്ഥാനത്തെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 100 സ്കൂളുകളിൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ച് ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. തൃത്താല ഉപജില്ലയിൽ അംഗീകാരം ലഭിച്ച ഏക സ്കൂൾ എന്ന ബഹുമതി സ്കൂളിനും ഗ്രാമത്തിനും ഇരട്ടി മധുരമായി. എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം എന്ന വിഷയത്തിൽ കുട്ടികൾ ചേർന്ന് തയ്യാറാക്കിയ 90 സെക്കൻഡ് ദൈർഘ്യമുള്ള റീൽസിൽ സ്കൂളിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെയും മികവുകളെയും മനോഹരമായി അവതരിപ്പിച്ചതിനാണ് അംഗീകാരം. സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് അംഗങ്ങൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, ലിറ്റിൽ കൈറ്റ്സ് മെൻറ്റേഴ്സായ സന്തോഷ് ബാലകൃഷ്ണൻ, സ്മിത, കലാധ്യാപകനായ ഭാഗിഷ് തുടങ്ങിയവർ ചേർന്നാണ് റീൽസ് ചിത്രീകരിച്ചത്. പാലക്കാട് ജില്ലയിൽ ചാലിശ്ശേരി ഉൾപ്പെടെ 6 സ്കൂളുകളാണ് വിജയികളായത്. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റിലെ വിദ്യാർത്ഥികൾ അഞ്ഞൂർ സെന്ററിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണം നടത്തി. വടക്കേകാട് പോലീസ് സ്റ്റേഷൻ SI മൻസൂർ ഉദ്ഘാടനം ചെയ്തു. റോഡ് നിയമങ്ങൾ പാലിക്കുന്നവർക്ക് മിഠായി വിതരണവും റോഡ് നിയമങ്ങൾ ഉൾക്കൊള്ളിച്ച നോട്ടീസും വിതരണം ചെയ്തു. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് നടത്തി. റോവർ ആൻഡ് റേഞ്ചർ ലീഡർമാർ നേതൃത്വം നൽകി. തൊഴിയൂർ സെന്റ് ജോർജ് പള്ളി കാര്യസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അഞ്ഞൂർകുന്ന് മണ്ടുമ്പാൽ ഉക്കുർ മകൻ
56 വയസ്സുള്ള ജോയിയെയാണ് പഴയ അഞ്ഞൂർമാർ കുറിലോസ് ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാണാത്തതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ വൈകിട്ട് 6:30ഓടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ കണ്ടെത്തിയത്. പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. രാജി ഭാര്യയും ജിൻസി, ജിസ്മി, ജിതി എന്നിവർ മക്കളുമാണ്. തിരിച്ചുവന്ന പ്രവാസികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ഗുരുവായൂർ വടക്കേക്കാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരസംഗമം സംഘടിപ്പിച്ചു. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം KPCC ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ ഉദ്ഘാടനം ചെയ്തു. സി ബക്കർ പുന്ന അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. UDF ചെയർമാൻ KV ഷാനവാസ്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കമറുദ്ദീൻ ഷാ, ജില്ലാ വൈസ് പ്രസിഡന്റ് അബൂബക്കർ കുന്നൻകാടൻ, ഡേവിസ് വടക്കൻ, ജില്ലാ സെക്രട്ടറിമാരായ സലാഹുദ്ദീൻ, മുഹമ്മദ് കോയ, ജലീൽ അഞ്ചങ്ങാടി, ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫാറൂഖ് യാറത്തിങ്കൽ, വിവിധ മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.